കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവിനെതിരെ പോലീസ് റിപ്പോർട്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് യദു ബസ് ഓടിച്ചത്. യദുവിൻ്റെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഫോൺ വിളി കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, അടിമുടി കുഴപ്പക്കാരനായ ഒരു ഡ്രൈവർ, കെ.എസ്.ആർ.ടി.സി ഡ്രൈവറാണ് യദു എന്ന് ഓരോ ദിവസവും വാർത്തകളിലൂടെ പുറത്തു വരുന്നു. ഇത് പോലീസ് ഇക്കാര്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആദ്യം മേയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ, പിന്നീട് നടി റോഷ്ന ബിജുവുമായിട്ടുള്ള പ്രശ്നത്തിൽ വളരെ നിരവധി തവണ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യദു ഇക്കാര്യങ്ങളിലെല്ലാം നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നു, കെ.എസ്.ആർ.ടി.സി ഡ്രൈവറായ യദു ഡ്രൈവിംഗ് നടത്തുമ്പോൾ തന്നെ 1 മണിക്കൂറിലധികം ഫോൺ ചെയ്തുകൊണ്ടാണ് ഡ്രൈവിംഗ് നടത്തിയതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് പോലീസ് റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ യദുവിനെ കുറിച്ചുള്ള? സിജു, തീർച്ചയായും ഈ മേയറെ അധിക്ഷേപിച്ച ദിവസം തൃശ്ശൂരിൽ നിന്ന് പാളയത്തേക്ക് വരുന്നതിനിടയിൽ 1 മണിക്കൂർ 10 മിനിറ്റ് നേരം ഫോണിൽ യദു സംസാരിച്ചു കൊണ്ടാണ് ഡ്രൈവ് ചെയ്തത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് ഇന്നോ നാളെയോ പോലീസ് കെ.എസ്.ആർ.ടി.സിക്ക് കൈമാറും. എന്തായാലും ഇയാളുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് ഇയാൾ ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ 1 മണിക്കൂർ 10 മിനിറ്റ് ഓളം ദൈർഘ്യത്തിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു എന്ന കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്, ഈ യദു കെ.എസ്.ആർ.ടി.സിയിൽ ജോലി ചെയ്യുന്ന സമയത്തും വിവിധ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. അത് പരിശോധിക്കാതെയാണ് ഇദ്ദേഹത്തിന് ജോലി നൽകിയത് എന്ന വിവരവും പോലീസ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പ്രധാന വിവരങ്ങൾ ഇതുതന്നെയാണ്. നേരത്തെയും പല വിഷയങ്ങളിൽ, ഈ മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യദുവിനെ വെള്ളപൂശാനുള്ള ശ്രമം നടക്കുന്ന ഓരോ ഘട്ടത്തിലും യദുവിനെതിരായ പല പരാതികളുടെ FIR ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിൽ ഇപ്പോഴും പുറത്ത് തുറന്നു പറയാൻ തയ്യാറാകാത്ത നിയമത്തെ ഒരു ദന്ത ഡോക്ടർ ഉൾപ്പെടെ യദുവിനെതിരെ നേരത്തെ മോശമായ രീതിയിൽ പെരുമാറിയതിന് പരാതി നൽകിയിരുന്നു. വസ്ത്രം പൊക്കിക്കാട്ടിയെന്നതുൾപ്പെടെയുള്ള അത്തരം ഒരു അധിക്ഷേപ നടപടിയാണ് യദുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നായിരുന്നു അന്ന് പരാതി ഉണ്ടായിരുന്നത്. LMS ജംഗ്ഷനിൽ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട വാഹനത്തിലേക്ക് ബസ് ഇടിച്ചു കയറ്റി അപകടമുണ്ടാക്കി എന്ന കേസ് മറ്റൊരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ മുട്ടത്തറയിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ് ഓടിക്കുന്ന സമയത്ത് മറ്റൊരു കാറുമായി ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പല കേസുകളിൽ പ്രതിയായ യദുവിൻ്റെ കൂടുതൽ ഇത്തരം നടപടികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്നത്തെ ദിവസം ഈ മേയറുമായി വാക്കുതർക്കമുണ്ടാവുകയും മേയറെ അധിക്ഷേപിക്കുന്ന പരാമർശവും നടപടിയും ഒക്കെ ഉണ്ടായ ദിവസങ്ങളിൽ ഈ യദു എന്തായാലും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അതുതന്നെയാണ് 1 മണിക്കൂർ 10 മിനിറ്റ് നേരം ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. കാരണം അന്നേ ദിവസം, അതായത് മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ തർക്കം ഉണ്ടായ ദിവസമാണ് ഇദ്ദേഹം ഈ 1.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ചെന്നുള്ള വിവരങ്ങളാണോ വരുന്നത്? അതായത് ഇദ്ദേഹത്തിൻ്റെ കോൾ ഡേറ്റ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ ഈ വണ്ടി ഓടിച്ച് അയാൾ സർവീസ് ആരംഭിച്ചത് മുതൽ അവസാനിച്ചവരെയുള്ള സമയങ്ങളിലെ ഫോൺ റെക്കോർഡ് സംഭാഷണങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ശേഖരിച്ച വിവരം അല്ലേ? തീർച്ചയായും സിജു, അതുതന്നെയാണ്. അന്നേ ദിവസം ഈ പ്രശ്നം ഉണ്ടാവുകയും മേയറെ അധിക്ഷേപിക്കുകയും ചെയ്ത അന്നേ ദിവസം തൃശ്ശൂരിൽ നിന്ന് പാളയം ജംഗ്ഷനിൽ എത്തുന്നതുവരെ, പാളയം ജംഗ്ഷനിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മേയർ ഇറങ്ങിച്ചെന്ന് ഇയാളോട് കാര്യങ്ങൾ പറയുകയും ഒക്കെ ബഹളമുണ്ടാവുകയും ഒക്കെ ചെയ്തത്. അന്നേ ദിവസമാണ് ഈ 1 മണിക്കൂർ 10 മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചു എന്ന ഇയാളുടെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഇയാൾ നേരത്തെയും പല കേസുകളിൽ പ്രതിയായിരുന്നു എന്ന കാര്യവും വ്യക്തമാക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത്, ഈ പോലീസ് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായ ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിൽ തന്നെ പല ചാനലുകളിലും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും യദു നടത്തിയ പരാമർശങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. ആദ്യം പറഞ്ഞത് തന്നെ അപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോയില്ലേ എന്നാണ്. പക്ഷേ മറ്റൊരു മാധ്യമത്തിന് നൽകിയ ബൈറ്റിൽ പറയുന്നത് തനിക്ക് അക്കാര്യം പരിശോധിക്കണമല്ലോ, അതുകൊണ്ട് താൻ പരിശോധിച്ചു മെമ്മറി കാർഡ് എന്നതുൾപ്പെടെയുള്ള അത്തരം ഒരു സംഭാഷണം യദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യദുവിൻ്റെ ഫോൺ രേഖകൾ കൂടുതൽ പരിശോധിച്ച് ഫോണുകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡാണ് ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്നത്. ബസ്സിനകത്ത് കയറി സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കി യാത്രക്കാർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കണ്ടക്ടർ തന്നെ ഇത് നിഷേധിച്ചു. ഓരോരോ വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു ഡ്രൈവർ, കെ.എസ്.ആർ.ടി.സിയുടെ ഡ്രൈവറായിരിക്കാൻ യാതൊരു യോഗ്യതയില്ല എന്ന് ഈ യദു തന്നെ തെളിയിക്കുകയാണ്. കാരണം 1 മണിക്കൂറിലധികം മേയറുമായിട്ടുള്ള തർക്കം, അതോടൊപ്പം തന്നെ റോഷ്ന നടിയുമായിട്ടുള്ള പ്രശ്നം എല്ലാം വിടുക, 1.5 മണിക്കൂറിലോളം ഒരു കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ
യാത്രക്കിടയിൽ ഫോൺ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ കുറ്റമാണ്. അതിൽ ആ ബസ്സിൽ 100-100ഓളം ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ എല്ലാം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് യദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ തന്നെ വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഡോക്ടർക്കും ഈ യദുവിൽ നിന്ന് വലിയ തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും മര്യാദകളുടെ ലംഘനം നടത്തുന്ന ഒരാളെയാണ് മാധ്യമങ്ങൾ വെള്ളപൂശുകയും ചെയ്യുന്നത്. അന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഈ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ആ വിഷയമുണ്ടായ ദിവസം ഈ യദുവിൻ്റെ പെരുമാറ്റം എല്ലാവരും കണ്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു KSRTC ഡ്രൈവർ അത് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിച്ച് തീർക്കാമെന്ന തരത്തിൽ സംസാരിക്കുകയാണ് സാധാരണ മര്യാദ എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാവിധ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള പെരുമാറ്റം അന്ന് ഈ യദുവിൻ്റെ ഭാഗത്ത് നിന്ന് കാണുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാളിനെയാണ് മാധ്യമങ്ങൾ വെള്ളപൂശുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഫലത്തിൽ യദു മേയറുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, ഒരു തരത്തിലും ഈ ജോലിക്ക് യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിജു, തീർച്ചയായും നേരത്തെ തന്നെ ഇയാൾ പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു നടപടി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട് 2017-ലും 2019-ലും 2022-ലും ഒക്കെ കേസുകളുണ്ട്. അതിനുശേഷമാണ് ഇയാൾ KSRTC ഡ്രൈവറായി വരുന്നത്. താൽക്കാലിക ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ വെരിഫിക്കേഷനൊന്നും കൃത്യമായി നടക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ട് കൂടി ഈ പോലീസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉള്ള സമയത്താണ് ഇയാൾ ഈ KSRTCയിലെ താൽക്കാലിക ഡ്രൈവറായി വരുന്നത് എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഇയാൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തുകയും ഗുരുതരമായ രീതിയിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒക്കെ വാഹനം ഓടിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് എന്ന കാര്യം ആദ്യഘട്ടങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. പിന്നീടും ഇയാളെ വലിയ തരത്തിൽ വാഹനത്തിൽ KSRTCയിൽ ഇരിക്കുന്ന യാത്രക്കാരുടെ ജീവനെ കുറിച്ച് പേടിയില്ല, അത് പ്രശ്നമല്ല. ആരെങ്കിലും ചോദിച്ചാൽ മുണ്ടുപൊക്കി കാണിക്കും, അല്ലെങ്കിൽ തെറി പറയും. ഇതൊക്കെയാണ് യദു എന്ന് പറയുന്ന ഡ്രൈവറെ കുറിച്ച് ഇപ്പോൾ ഈ വിവരങ്ങളിലൂടെ വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. സിജു, തീർച്ചയായും നമ്മൾ ആദ്യഘട്ടത്തിൽ ഇയാളെപ്പറ്റി അന്വേഷിച്ച ഘട്ടങ്ങളിൽ തന്നെ ഇയാൾക്കെതിരെ പല കേസുകളുമുണ്ട്. ഒപ്പം തന്നെ ആ കേസുകളൊക്കെ ഒരു വർഷത്തിനുള്ളിലോ മറ്റോ ഇയാൾ ഒതുക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പല അന്വേഷണങ്ങളും നമ്മൾ നടത്തിയത്. അതിനിടെയാണ് ഈ നടി റോഷ്നയുടെ ഒരു പ്രസ്താവനയും ബൈറ്റും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഓരോ ആളുകളും ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയപ്പോഴാണ് നമ്മൾ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അവരുടെ ഒരു വിശദീകരണം എന്താണ് എന്നറിയാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ അവർ പൊതുജന മധ്യത്തിൽ വന്നത് പറയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇത്തരത്തിൽ സ്ത്രീകളോടുൾപ്പെടെ വളരെ മോശം രീതിയിൽ പെരുമാറുന്ന ആളാണ് യദു എന്നുള്ളത് കൃത്യമായി വ്യക്തവുമാണ് ഓരോ പരാതിയിൽ നിന്നും. ഒപ്പം തന്നെ മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിൽ ഒക്കെ ഗുരുതരമായ ഒരു ക്രമക്കേട്, ഗുരുതരമായ നടപടി ഒക്കെ സ്വീകരിക്കുന്ന ആളാണ് യദു എന്ന കാര്യത്തിലും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. LMS ജംഗ്ഷനിൽ ഈ സിഗ്നലിൽ നിർത്തിയിട്ട വാഹനത്തിൻ്റെ പിറകെ വന്ന് വാഹനം ഇടിക്കുകയായിരുന്നു. അത് ബസ് ഓടിക്കുന്ന സമയത്തായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഒപ്പം തന്നെ ഈ മുട്ടത്തറയിൽ വെച്ച് ഒരു വാഹനത്തെ ഇടിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇങ്ങനെ പല കേസുകൾ യദുവിൻ്റെ പേരിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ യദുവിനെ വെള്ളപൂശാനുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നത്. ഈ മേയർക്ക് സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയുള്ള ഒരു നടപടി, അവരെ അധിക്ഷേപിക്കാനുള്ള ഒരു നീക്കമായിരുന്നു പൊതുസമൂഹത്തിന് ഇടയിൽ അത്തരം മാധ്യമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഓരോ ദിവസം പിന്നിടുമ്പോഴും യദുവിനെതിരായ ഇത്തരം കേസുകളുടെ പുതിയ ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന മണിക്കൂറുകളോളം ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു യദു അന്ന് ഈ സംഭവം നടന്ന ദിവസം തന്നെ ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഏതൊക്കെ സമയങ്ങളിൽ ഈ പാളയത്തെത്തി സൈഡ് ആയി ഹോണടിക്കുന്ന സമയത്ത് യദു ഫോണിൽ സംസാരിച്ച് അവർക്ക് സൈഡ് കൊടുക്കാതിരുന്നതാണോ എന്നതുള്ള കാര്യങ്ങൾ ഒക്കെ പുതിയ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ മെമ്മറി കാർഡും ഒക്കെ ലഭിക്കുന്നതോടുകൂടി പുറത്തു വരികയും ചെയ്യും. എന്തായാലും യദുവിനെതിരായ ഗുരുതരമായ കണ്ടെത്തലുകൾ ഓരോ ദിവസം കഴിയുന്തോറും യദു കൂടുതൽ വെട്ടിലാവുകയാണ്, കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, രണ്ടാമത് നടി റോഷ്നയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, ഇപ്പോൾ ഈ കൂടുതൽ കേസുകൾ ഈ യദുവിനെതിരെ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഇനിയും തിരുവനന്തപുരത്തെ വിജിൻ പറയുന്നത് പോലെ ഡോക്ടർ അടക്കമുള്ളവർ പരാതിയുമായി എത്തിയാൽ യദുവിൻ്റെ കൂടുതൽ സ്വഭാവം തനി നിറം പുറത്താവുകയും ചെയ്യും. അതായത് ഈ യദുവിൻ്റെ ആദ്യം മുതലുള്ള രീതികൾ പരിശോധിച്ചാൽ കണ്ണുമടച്ച് കള്ളം പറയുക എന്നുള്ളതാണ് ആദ്യ രീതി. നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിഷയത്തിൽ ആദ്യം ഇയാൾ സംസാരിച്ച് കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്
ഹാൻഡ്സിൻ്റെ കവർ എടുത്ത് താഴേക്ക് ഇടുന്നത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. രണ്ടാമത് ആ CCTV മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ നടി റോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ വേബിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഓർമ്മയിലേക്ക് വരുന്നു. ഇങ്ങനെ ആദ്യം തന്നെ കണ്ണുമടച്ച് കള്ളം പറയുന്ന യദുവിനെ കൂടുതൽ ഓരോ ദിവസവും കുരുക്കിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പരാതിയുമായി പൊതുസമൂഹത്തിൽ തന്നെ അത്തരത്തിൽ ഒരു വ്യക്തതയുമായി ഈ നടി റോഷന വന്ന സാഹചര്യത്തിൽ പോലും അവരുടെ തൊഴിലിനെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സ്ത്രീ എന്ന നിലയിലുള്ള തൊഴിലെടുക്കാനുള്ള അവകാശത്തെ പോലും അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ഉള്ള പെരുമാറ്റം തന്നെയാണ് യദുവിൻ്റെ ഭാഗത്തുനിന്ന് പലരോടും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തവുമാണ്. ഇയാളുടെ ഓരോ കേസിലെയും FIR പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഈ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്ടർ പരാതി നേരത്തെ നൽകിയിരുന്നു. ആ പരാതി പിന്നീട് അവസാനിപ്പിക്കുകയായിരുന്നു. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതിനെ തുടർന്നാണ് പരാതി അവസാനിച്ചത്. ഇത്തരത്തിൽ നിലവിൽ FIR ഇട്ടിട്ടുള്ള കേസുകൾ തന്നെ 3 or 4 അധികം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഈ വാഹനം ഓടിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇയാൾ മോശം പെരുമാറ്റം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഈ ഓരോ ഘട്ടത്തിലും പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇയാളുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫോൺ വാങ്ങി പരിശോധിച്ചാൽ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. യദു നിരവധി കേസുകളിൽ പ്രതി എന്നുള്ളത് പോലീസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം ശല്യക്കാരനായ പ്രശ്നക്കാരനായ ഒരു KSRTC ഡ്രൈവറാണ് യദു എന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.